നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മധൂർ പഞ്ചായത്ത് ഓഫീസിൽ ജീവനക്കാരുടെ കുറവ് മൂലം ജനങ്ങൾ ദുരിതത്തിൽ. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് പഞ്ചായത്ത് ജനപ്രതിനിധികൾ. ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. കാസർഗോഡ് മീപ്പുകുരിയിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുന്ന എന്ന അക്ഷയാണ് അറസ്റ്റിലായത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം ഞായറാഴ്ച ഉപ്പള മണ്ണംകുഴി മൈതാനിയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ KNM കാസർഗോഡ് ജില്ലാ സമ്മേളനം ഞായറാഴ്ച. കാഞ്ഞങ്ങാട് തെക്കേപ്പുറത്ത് നടക്കുന്ന സമ്മേളനത്തിൽ പ്രമുഖർ പങ്കെടുക്കും. അവകാശ ദിനം. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട്ട് മാർച്ചും ധർണയും നടത്തി. മുട്ടിപ്പാട്ടിന്റെ താളമിടൽ വീണ്ടും അരങ്ങിലെത്തുന്നു. തങ്കയം യുണൈറ്റഡ് FCയുടെ ആതിഥേയത്വത്തിൽ അഖില കേരള മുട്ടിപ്പാട്ട് മത്സരം 28-ന് തങ്കയത്ത് നടക്കും. വാർത്തകൾ വിശദമായി. മധൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ വിദ്യാനഗറിലെ ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. പഞ്ചായത്ത് ഓഫീസിൽ ജീവനക്കാരുടെ കുറവ് മൂലം പ്രവർത്തനം താറുമാറായ സാഹചര്യത്തിൽ ഇത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗോപാലകൃഷ്ണ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ പ്രധാന പഞ്ചായത്തുകളിലൊന്നായ മധൂർ പഞ്ചായത്ത് ഓഫീസിൽ നാളുകളായി തുടരുന്ന ജീവനക്കാരുടെ കുറവ് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന സേവനങ്ങൾ യഥാസമയം ലഭിക്കാത്ത സ്ഥിതിവിശേഷം മാത്രമല്ല, പഞ്ചായത്തിൻ്റെ പ്രവർത്തനം തന്നെ താറുമാറാകുന്ന അവസ്ഥയാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് വിദ്യാനഗറിലെ ജോയിന്റ് ഡയറക്ടർ ഓഫീസിനു മുന്നിൽ മധൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഉപരോധ സമരം നടത്തിയത്. ജീവനക്കാരുടെ കുറവ് മൂലം പഞ്ചായത്തിൻ്റെ പ്രവർത്തനം തന്നെ താളം തെറ്റിയ സാഹചര്യത്തിൽ ഇത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതിഷേധത്തിലൂടെ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിൽ 3 ആഴ്ച മുൻപ് പുതിയ സെക്രട്ടറി ചാർജ് എടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവർ സ്ഥലം മാറിപ്പോകുകയാണ്. സെക്രട്ടറി ഇല്ലാത്തതിനാൽ മാർച്ചിനകം തീർക്കേണ്ട പല പ്രൊജക്റ്റുകളും നടപ്പിലാക്കുവാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഈ സാഹചര്യത്തിൽ മാർച്ച് വരെയെങ്കിലും സെക്രട്ടറിയെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികൾ ജോയിന്റ് ഡയറക്ടർക്ക് നിവേദനവും നൽകി. മാർച്ച് വരെ സെക്രട്ടറിയെ നിലനിർത്തുന്ന കാര്യം പരിഗണിക്കാമെന്ന് ജോയിന്റ് ഡയറക്ടർ ഉറപ്പ് നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗോപാലകൃഷ്ണയും ജനപ്രതിനിധി ഹബീബ് ചെട്ടുംകുഴിയും പറഞ്ഞു. 18 മാസമായി ഞങ്ങളെ പഞ്ചായത്തിൽ സ്റ്റാഫില്ല. അതേപോലെ സെക്രട്ടറി ഇല്ലാത്ത 8 മാസം കഴിഞ്ഞു. ഇത് ഇപ്പോൾ പിന്നെ ഒരാൾക്കാണ് ചാർജ് കൊടുക്കുന്നത്. ചാർജ് കൊടുത്തിട്ട് ഒരു രണ്ടാമത് പുതിയ സെക്രട്ടറി കഴിഞ്ഞ ആഴ്ചയിൽ ജോയിൻ ചെയ്തു. ഈ ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച ആകുമ്പോൾ ഒരു രണ്ടാമത് ട്രാൻസ്ഫറായിട്ട് കുറേ നാട്ടിലേക്ക് തന്നെ പോയി. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. പഞ്ചായത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വിഘാതമായി ഉദ്യോഗസ്ഥന്മാരില്ല. കഴിഞ്ഞ 10 മാസക്കാലമായി സെക്രട്ടറി ഇല്ലാത്തൊരു പഞ്ചായത്താണ് മധൂർ പഞ്ചായത്ത്. അതിനുശേഷം നമുക്കൊക്കെ പ്രതീക്ഷ നൽകിയൊരു സെക്രട്ടറി ഇവിടെ ജോയിൻ ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ വീണ്ടും ഇവിടുന്ന് സ്ഥലം മാറ്റം എന്നുള്ള ഒരു അവസ്ഥയാണ്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കാരണം പാവപ്പെട്ട സാധാരണക്കാരനായ ജനങ്ങൾക്ക് സർവീസ് കൊടുക്കേണ്ട ഒരു പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാതെ ഒരു പഞ്ചായത്തിനെ ദ്രോഹിക്കുക എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ആ ജനങ്ങളുടെ പ്രശ്നം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് JD ഓഫീസിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത്. ബഹുമാന്യനായ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇന്ന് JD ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ സെക്രട്ടറിയെ നിലനിർത്താമെന്നുള്ളത്. അതല്ല മറിച്ച് ഈ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായ സമരവുമായി രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന് അറിയിക്കുന്നു. ഉപരോധ സമരം പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗോപാലകൃഷ്ണയാണ് ഉദ്ഘാടനം ചെയ്തത്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേഷ് ഗട്ടി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യശോദ S. നായിക്, ബ്ലോക്ക് മെമ്പർമാരായ സുകുമാരൻ കുതിരപ്പാടി, ജമീല അഹമ്മദ്, മറ്റ് പ്രതിനിധികളായ CH ഉദയകുമാർ, സ്മിത, ശ്രീമതി, രതീഷ്, അമ്പിളി, ഹനീഫ് അറന്തോട്, ഹബീബ് ചെട്ടുംകുഴി, ഉദയകുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് മീപ്പുകുരിയിൽ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുന്ന എന്ന അക്ഷയാണ് അറസ്റ്റിലായത്. കാസർഗോഡ് മീപ്പുഗിരിയിൽ പുതുതായി തുടങ്ങുന്ന കടയിൽ പെയിന്റിംഗ് ജോലി ചെയ്യുകയായിരുന്ന ബാസിത്ത് എന്ന യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചെന്ന കേസിൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുന്ന എന്ന അക്ഷയാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ഡിവൈഎസ്പി CK സുനിൽകുമാറിന്റെ മേൽനോട്ടത്തിൽ സബ് ഇൻസ്പെക്ടർ പ്രതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ബുധനാഴ്ച അർദ്ധരാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ബാസിത്തും സുഹൃത്തുക്കളും ചേർന്ന് കടയിൽ പെയിന്റിംഗ് ജോലി ചെയ്യുകയായിരുന്നു. ഈ സമയം ബൈക്കിലെത്തിയ അക്ഷയ് കട തുടങ്ങുന്നതിൽ വിരോധം പ്രകടിപ്പിച്ച് ബാസിത്തിനെ തടഞ്ഞു നിർത്തി മാരകായുധം കൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. വെട്ടേറ്റ ബാസിത്തിനെ ആദ്യം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും പിന്നീട് കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മംഗളൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. അക്രമ സംഭവം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ മീപ്പുഗിരിയിലും പരിസരങ്ങളിലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 3 ശതാബ്ദിക്കൊടുവിൽ ഒരു ജനതയുടെ കാത്തിരിപ്പിന് വിരാമമർപ്പിച്ച് ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ആയിറ്റി ഉച്ചൂളിക്കടവത്ത് പുന്നക്കാൽ ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നു. ഒരു നാടിൻ്റെ തന്നെ ഉത്സവമായി മാറിയ പെരുങ്കളിയാട്ടത്തിന് നോവോടെ വിട നൽകി ഭക്തർ. ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ആയിറ്റി ഉച്ചൂളിക്കടവത്ത് പുന്നക്കാൽ ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നു. വ്യാഴാഴ്ച രാത്രി അസുരാളൻ തെയ്യത്തിന്റെ വെള്ളാട്ടമരങ്ങിലെത്തിയ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വിവിധ തെയ്യക്കോലങ്ങളുടെ തിടങ്ങലും തുടർന്ന് വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ കുളിച്ചേറ്റവും അരങ്ങിലെത്തി സന്നിധിയെ ഭക്തിസാന്ദ്രമാക്കി. ആയിറ്റി ഉച്ചൂളിക്കടവത്ത് പുന്നക്കാൽ ഭഗവതിമാരുടെ തോറ്റങ്ങൾ അരങ്ങിൽ നിറഞ്ഞാടി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. തുടർന്ന് അസുരാളൻ തെയ്യം അരങ്ങിലെത്തി. വർഷങ്ങൾക്ക് മുൻപ് നടന്ന കളിയാട്ടത്തിന്റെ ശേഷിപ്പായി പെരുങ്കളിയാട്ടമുറ്റത്തുള്ള കലശപാത്രം സന്നിധിയിലെത്തുന്ന ജനങ്ങളെ അതിശയിപ്പിക്കുന്നതാണ്. 1,00,000-ഓളം ജനങ്ങളാണ് പെരുങ്കളിയാട്ട സന്നിധിയിലെത്തി വിവിധ തെയ്യക്കോലങ്ങൾ വീക്ഷിച്ച് അനുഗ്രഹം തേടുവാനെത്തിയത്. എല്ലാവർക്കും ഭക്ഷണം നൽകുന്നതിനടക്കമുള്ള വിപുലമായ ഒരുക്കങ്ങൾ സംഘാടക സമിതി ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം ഞായറാഴ്ച ഉപ്പള മണ്ണംകുഴി മൈതാനിയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 4:30 സമ്മേളനത്തിന് തുടക്കമാകുമെന്നും AKM അഷ്റഫ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം സമൂഹ സമക്ഷം അവതരിപ്പിക്കുകയും സമൂഹത്തിന്റെ ആത്മീയവും വിശ്വാസപരവുമായ താൽപ്പര്യങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള ബോധവൽക്കരണവുമാണ് സമ്മേളന ലക്ഷ്യമെന്നും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന വിവാഹ ആഭാസങ്ങൾക്കെതിരെയും ലഹരി ഉപയോഗം അടക്കമുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള ബോധവൽക്കരണവും സമ്മേളനത്തിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. മണ്ഡലം MLA AKM അഷ്റഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ അബൂബക്കർ ഉപ്പള അധ്യക്ഷത വഹിക്കും. ഷെയ്ഖ് യാക്കൂബ് ജമായി, CP സലീം, ഷരീഫ് കാര എന്നിവർ പ്രഭാഷണം നടത്തും. ഹുസൈൻ സലഫി ഷാർജ മുഖ്യപ്രഭാഷണം നിർവഹിക്കും. വിസ്ഡം ജില്ലാ പ്രസിഡന്റ് ബഷീർ കൊമ്പനടക്കം കർണാടക സലഫി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഹാഫിസ് സലായി, ആരിഫ് കടമ്പാർ, അബു തമാം ഉപ്പള, വിസ്ഡം യൂത്ത് ജില്ലാ സെക്രട്ടറി അനീസ് മദനി,
വിസ്ഡം സ്റ്റുഡൻസ് ജില്ലാ പ്രസിഡന്റ് യാസർ അൽ ഹിക്കമി, വിസ്ഡം ജില്ലാ ഓർഗനൈസേഷൻ സെക്രട്ടറി സത്താർ കാഞ്ഞങ്ങാട്, അബ്ദുൽ ഹക്കീം ചെറുവത്തൂർ എന്നിവർ പ്രസംഗിക്കും. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം സമൂഹ സമക്ഷം അവതരിപ്പിക്കുകയും സമൂഹത്തിൻ്റെ ആത്മീയവും വിശ്വാസപരവുമായ താൽപ്പര്യങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള ബോധവൽക്കരണമാണ് സമ്മേളന ലക്ഷ്യം. സംഘാടക സമിതി ചെയർമാൻ അബൂബക്കർ ഉപ്പള, വിസ്ഡം ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെരീഫ് തളങ്കര, അനീസ് മദനി കൊമ്പനെടുക്കം, മുഹമ്മദ് അലി അരിമല, നാസിർ മല്ലം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ KNM കാസർഗോഡ് ജില്ലാ സമ്മേളനം ഞായറാഴ്ച നടക്കും. കാഞ്ഞങ്ങാട് തെക്കേപ്പുറത്ത് നടക്കുന്ന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ മന്ത്രവാദ കച്ചവടത്തിനെതിരെ എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ KNM ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് തെക്കേപ്പുറത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. KJU സെക്രട്ടറി ഹനീഫ് കായക്കൊടി, ഷാഹിദ് മുസ്ലിം ഫാറൂഖി, അലി ഷാക്കിർ മുണ്ടേരി, നസറുദ്ദീൻ റഹ്മാനി, സലാഹുദ്ദീൻ ചുഴലി എന്നിവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കേരള ജമിയത്തുലമയുടെ സെക്രട്ടറിയാണ് ഹനീഫ് കായക്കൊടി. അത് KNMൻ്റെ ഒരു പണ്ഡിത സഭയാണ്. ആ പണ്ഡിത സഭയുടെ സെക്രട്ടറിയാണ് ഹനീഫ് കായക്കൊടി. അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. അതുപോലെ നമ്മൾ ഈ കുട്ടികളെ, മദ്രസ വിദ്യാർത്ഥികളുടെ സർഗമേളകളൊക്കെ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ, അവർക്കുള്ള പ്രോത്സാഹനം എന്ന നിലയിൽ ഈ പരിപാടിയിൽ വെച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ പരിപാടിയിൽ സമൂഹത്തിലെ ഉന്നത വ്യക്തികൾ പങ്കെടുക്കുന്നുള്ള ആശംസയുമായി ഡോക്ടർ KP അഹമ്മദ്, സൈനുദ്ദീൻ AP, അബ്ദുറഹ്മാൻ അരിമല, ഹാരിസ് ചേരൂർ, ഇബ്രാഹിം KP, ഹാഷിം കൊല്ലമ്പാടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വീതി കൂടിയ കാസർഗോഡ് നഗരത്തിലെ ഒറ്റത്തൂൺ മേൽപ്പാലം നേരിട്ട് കാണുവാനെത്തി നെല്ലിക്കുന്ന് AUP സ്കൂളിലെ സീഡ് ക്ലബ്ബ് അംഗങ്ങൾ. പാലത്തിൻ്റെ പ്രത്യേകതകൾ നേരിട്ട് മനസ്സിലാക്കുവാനാണ് കുട്ടികൾ എത്തിയത്. കാസർഗോഡ് നഗരത്തിലെ വിസ്മയ കാഴ്ചയായ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വീതി കൂടിയ ഒറ്റത്തൂൺ പാലത്തിന്റെ സവിശേഷതകൾ നെല്ലിക്കുന്ന് AUP സ്കൂളിലെ സീഡ് ക്ലബ്ബ് അംഗങ്ങൾ നേരിട്ടെത്തി കണ്ടു മനസ്സിലാക്കി. കേരളത്തിലെ ദേശീയപാതയിലെ ഏറ്റവും വലിയ മേൽപ്പാലത്തെ കൗതുകത്തോടെയാണ് കുട്ടികൾ വീക്ഷിച്ചത്. 1.130 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാലത്തിന് 29 സ്പാനാണുള്ളത്. ദക്ഷിണേന്ത്യയിലെ വിശാഖപട്ടണം, മൈസൂരു, ബംഗളൂരു ദേശീയപാത എന്നിവിടങ്ങളിലാണ് വലിയ ഒറ്റത്തൂൺ മേൽപ്പാലങ്ങളുള്ളത്. ഇവിടെ പരമാവധി വീതി 26.5 മീറ്റർ വരെയാണ്. എന്നാൽ കാസർഗോട്ടെ മേൽപ്പാലം 27 മീറ്റർ വീതിയുള്ളതാണ്. ഇത്തരത്തിൽ പാലത്തിന്റെ പ്രത്യേകതകളും നിർമ്മാണ രീതിയെക്കുറിച്ചുള്ള കാര്യങ്ങളും എഞ്ചിനീയർ MV രാഹുൽ, അഞ്ജലി രാജൻ, മഞ്ജു രാജ് എന്നിവർ കുട്ടികൾക്ക് വിശദീകരിച്ച് നൽകി. സ്കൂൾ മാനേജ്മെന്റ് പ്രസിഡന്റ് NM സുബൈർ, അധ്യാപികമാരായ V ദീപ്തി ജോൺ, P ജയശ്രീ എന്നിവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെങ്കള പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ബാരിക്കാട് പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്റർ ജലം മലിനമാക്കുന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ നേരിടുന്നത് കടുത്ത ദുരിതമെന്ന് ബാരിക്കാട് ആക്ഷൻ കമ്മിറ്റി. ഡയാലിസിസ് സ്ഥാപനത്തിന് വേണ്ടി നാട്ടുകാരെ അഭയാർത്ഥികളാക്കരുതെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബാരിക്കാട് പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്റർ കാരണം ശുദ്ധജലത്തിന് കിണറുകൾ മാത്രമുള്ള നാട്ടിലെ മുഴുവൻ കിണറുകളും രാസമാലിന്യങ്ങൾ കലർന്ന് ഉപയോഗശൂന്യമായിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് ഡയാലിസിസ് സെന്റർ മാറ്റി സ്ഥാപിച്ച് നാട്ടിൽ ശുദ്ധജലം ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇത്രയും ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഈ സ്ഥാപനത്തിന് അനുമതി നൽകിയ ഗ്രാമപഞ്ചായത്ത്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ജില്ലാ മെഡിക്കൽ ഓഫീസ് അധികാരികളും പ്രദേശവാസികൾ ഇന്നനുഭവിക്കുന്ന ദുരിതത്തിന് ഉത്തരവാദികളാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഒരു നാട്ടിൽ മുഴുവൻ ജലസ്രോതസ്സുകളും മലിനമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഡയാലിസിസ് സെൻ്ററിനെതിരെയാണ് ഞങ്ങളവിടെ സമരം ചെയ്യുന്നുള്ളത്. അത് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതുവരെ ടെസ്റ്റ് ചെയ്ത 15 കിണറുകളും മലിനമാണ്. നാട്ടിൽ ആർക്കും കുടിക്കാൻ വെള്ളമില്ല. കുട്ടികളും പ്രായമായവരും പല ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുകയാണ്. അതിന് ഒരുപാട് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങൾ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കലക്ടറും ഉദ്യോഗസ്ഥന്മാരും അവിടെ സന്ദർശിക്കുകയും
പ്രശ്നങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തിട്ട് കലക്ടർ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയും പറഞ്ഞതാണ്. എന്നിട്ടും ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം കുറച്ച് രോഗികളെ ഒരു കവചമാക്കി ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് കലക്ടർ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞ തീരുമാനം മാറ്റുകയുണ്ടായി. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ എ മുഹമ്മദ് കുഞ്ഞി, കെ എം അബ്ദുൾ സലാം, ബി കുമാരൻ, ബി അബ്ദുൾ മുനീർ, കെ എ ഷാഹിദ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കയ്യാർ ഗ്രീൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 25ാം വാർഷികാഘോഷത്തിന് ജനുവരി 26-ന് തുടക്കമാകും. വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലവും വ്യത്യസ്തങ്ങളുമായ പരിപാടികളാണ് നടക്കുകയെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദഫ്മുട്ട് മത്സരം, AI സ്റ്റുഡൻസ് മീറ്റ്, യൂത്ത് എംപവർമെൻറ്റ്, വുമൺ എംപവർമെൻറ്റ്, സൈബർ, ട്രാഫിക്, ഡ്രഗ്സ് ബോധവൽക്കരണം, നീന്തൽ പരിശീലനം, ഫയർ ആൻഡ് റെസ്ക്യൂ അവബോധം, മൈലാഞ്ചി ഫെസ്റ്റ്, കർഷക ദിനാചരണം, ഫുഡ് ഫെസ്റ്റ്, ചെസ് മത്സരം എന്നീ പരിപാടികളായിരിക്കും ഒരു വർഷത്തിനിടെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 26-ന് ഞായറാഴ്ച വൈകിട്ട് 6:30-ന് കർണാടക സ്പീക്കർ UT ഖാദർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ അബൂബക്കർ റോയൽ ബോളാർ അധ്യക്ഷനാകും. ജനറൽ കൺവീനർ സെഡ് എ കയ്യാർ സ്വാഗതം പറയും. MLA-മാരായ AK മഷ്റഫ്, NE നെല്ലിക്കുന്ന്, UK സെയ്ഫുള്ള തങ്ങൾ, എടനീർ സ്വാമി സച്ചിദാനന്ദ ഭാരതി, ഫാദർ വിശാൽ മെൽവിൽ മോണിസ്, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മാൻ ഗോൾഡൻ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് കർള, കുമ്പള CI KP വിനോദ് കുമാർ, അസീസ് മെരിക്കെ, റസാഖ് ചിപ്പാർ തുടങ്ങിയവർ സംസാരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഒരു വർഷം ഉടനീളം നീണ്ടുനിൽക്കുന്ന ആ പരിപാടിയുടെ ഉദ്ഘാടനം മറ്റന്നാൾ ജനുവരി 26-ാം തീയതിക്ക് വൈകുന്നേരം 6:30 മണിക്ക് കണ്ണാടിപ്പാറയിൽ വെച്ച് തുടർന്ന് കുറിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് നമ്മുടെ കർണാടക സ്പീക്കർ UT ഖാദറും നമ്മുടെ കാസർഗോഡ് MLA NE നെല്ലിക്കുന്നു, മഞ്ചേശ്വരം MLA AK മഷ്റഫ് സാഹിബും ബാക്കി കുറേ രാഷ്ട്രീയമായും സാമൂഹികമായി ഇടപെടുന്ന ഒത്തിരി ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. സംഘാടക സമിതി ചെയർമാൻ അബൂബക്കർ റോയൽ ബോളാർ, ജനറൽ കൺവീനർ സെഡ് എ കയ്യാർ, സംഘാടക സമിതി ഭാരവാഹികളായ ഹുസൈൻ KK നഗർ, സിദ്ദിഖ് ജോഡുകല്ല്, നൌഷാദ് പട്ല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയിൽ 1800 കോഴികൾ വിജയകരമായി വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ് കോഴികളുടെ വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ ആസൂത്രണം 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായി മൃഗസംരക്ഷണത്തിനായി പഞ്ചായത്ത് വിപുലമായ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. മഞ്ചേശ്വരം പഞ്ചായത്ത് ഗ്രാമീണ മേഖലയിൽ മൃഗസംരക്ഷണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, കർഷകരുടെയും മൃഗസംരക്ഷണ മേഖലയിലുള്ളവരുടെയും വരുമാനവും സാമ്പത്തിക ഭദ്രതയും വർദ്ധിപ്പിക്കുക, കൃഷി, മൃഗങ്ങളുടെ ആരോഗ്യ പരിപാലനം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി വിപുലമായ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് 1800 കോഴികൾ വിതരണം ചെയ്യുന്ന പദ്ധതി നടപ്പിലാക്കിയതും കോഴികളെ വിജയകരമായി വിതരണം ചെയ്തതും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ് കോഴികളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. മൃഗാശുപത്രിയുടെ ഇൻചാർജ് ഡോക്ടർ റോഷ്ന, ജനപ്രതിനിധികൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഒരു കാലത്ത് കല്യാണ വീടുകളിൽ ആവേശം വിതച്ചിരുന്ന മുട്ടിപ്പാട്ടിൻ്റെ താളമിടൽ വീണ്ടും അരങ്ങിലെത്തുന്നു. തങ്കയം യുണൈറ്റഡ് FC-യുടെ ആതിഥേയത്വത്തിലാണ് അഖില കേരള മുട്ടിപ്പാട്ട് മത്സരം ജനുവരി 28-ന് തങ്കയത്ത് സംഘടിപ്പിക്കുന്നത്. ജനുവരി 28-ന് വൈകുന്നേരം 6-ന് തങ്കയം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക വായനാശാലയ്ക്ക് സമീപമൊരുക്കുന്ന വേദിയിൽ നടക്കുന്ന അഖില കേരള മുട്ടിപ്പാട്ട് മത്സരത്തിൽ മലബാറിലെ 13 ടീമുകൾ മാറ്റുരയ്ക്കാനെത്തും. 1-ാം സ്ഥാനം നേടുന്ന ടീമിന് 51,000 രൂപയും ട്രോഫിയും, 2-ാം സ്ഥാനത്തെത്തുന്ന ടീമിന് 31,000 രൂപയും ട്രോഫിയും, 3-ാം സ്ഥാനം നേടുന്ന ടീമിന് 21,000 രൂപയും ട്രോഫിയുമാണ് സമ്മാനമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു ടീമിൽ 7 മുതൽ 9 വരെ അംഗങ്ങൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ടീമുകളാണ് ഏറ്റുമുട്ടുക. നിസാമുദ്ദീൻ തളിപ്പറമ്പ് മുഖ്യാതിഥിയായിരിക്കും. അനുബന്ധമായി ജനുവരി 26-ന് രാവിലെ 9:30-ന് വനിതകൾക്ക് മൈലാഞ്ചിയിടൽ മത്സരവും ഉച്ചകഴിഞ്ഞ് 2-ന് കേക്ക് നിർമ്മാണ മത്സരവും നടക്കും. വിജയികൾക്ക് 51,000, 31,000, 21,000 പ്രൈസ് മണിയും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡിന് സ്ഥിരം ട്രോഫി നൽകുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ചിട്ട് 26-ാം തീയതി തങ്കയത്തിൽ വെച്ച് വനിതകൾക്കായിട്ടുള്ള മെഹന്തി മൈലാഞ്ചി മത്സരം നടക്കുന്നുണ്ട്.
അതിന് പ്രൈസ് മണി അടക്കം കൊടുക്കുന്നുണ്ട്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ ഇസ്മായിൽ, വർക്കിംഗ് ചെയർമാൻ AGC ഷംസാദ്, വൈസ് ചെയർമാൻമാരായ കെ ഷുക്കൂർ, VP ഷാക്കിർ, KP ഉമ്മർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഉസ്താദ് കോയ കാപ്പാടിൻ്റെ മദ്ഹ്‌രാവിൽ അലിഞ്ഞ് ഭാവിക്കര മഖാമുറൂസ് നേർച്ചയുടെ പ്രചരണാർത്ഥം സ്വലാത്ത് മജ്ലിസിൻ്റെ വാർഷിക പരിപാടിയിലാണ് ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാടും സംഘവും പാടിയത്. മണിക്കൂറുകൾ നീണ്ട മദ്ഹ്‌രാവിൽ ആയിരങ്ങൾ അലിഞ്ഞു ചേരുകയായിരുന്നു. കോയ കാപ്പാടും സംഘവും അവതരിപ്പിച്ച കവാലിയും ദഫ്മുട്ടും അറബനമുട്ടും ഭാവിക്കരയുടെ ചരിത്രത്തിലെ പുതിയ അധ്യായമായി മാറി. ഭാവിക്കര മഖാമുറൂസ് നേർച്ചയുടെ പ്രചരണാർത്ഥം സ്വലാത്ത് മജ്ലിസിന്റെ വാർഷിക പരിപാടിയിൽ ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാടും സംഘവും പാടിയപ്പോൾ ഭാവിക്കരയ്ക്കത് മറക്കുവാനാകാത്ത അനുഭൂതിയാണ് പകർന്നത്. മണിക്കൂറുകൾ നീണ്ട മദ്ഹ്‌രാവിൽ ആയിരങ്ങൾ അലിഞ്ഞു ചേരുകയായിരുന്നു. കോയ കാപ്പാടും സംഘവും അവതരിപ്പിച്ച ഖവാലിയും ദഫ്മുട്ടും അറബനമുട്ടും ഭാവിക്കരയുടെ ചരിത്രത്തിലെ പുതിയ അധ്യായമായി മാറി. പരിപാടി ഭാവിക്കര വലിയ ജമാഅത്ത് ചീഫ് ഇമാം ഉസ്മാൻ അൽ ഹാമിദി ഉദ്ഘാടനം ചെയ്തു. സ്വലാത്ത് കമ്മിറ്റി ചെയർമാൻ ഷാഫി പള്ളിക്കാൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ BK ബഷീർ സ്വാഗതം പറഞ്ഞു. വലിയ ജമാഅത്ത് സെക്രട്ടറി എബി കുട്ടിയാനം കോയ കാപ്പാടിനെ പരിചയപ്പെടുത്തി. ഖത്തീബ് ഉസ്മാൻ ഹാമിദി, മുഅദ്ദിൻ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സദർ PB അബൂബക്കർ നിസാമി, ജമാഅത്ത് പ്രസിഡന്റ് B മുഹമ്മദ് അഷ്റഫ്, ജനറൽ സെക്രട്ടറി BA മുഹമ്മദ് കുഞ്ഞി, വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ മാസ്റ്റർ, P അബ്ദുൽ റഹ്മാൻ, BA ബഷീർ, മുഹമ്മദ് മണയങ്കോട്, സെക്രട്ടറിമാരായ അഷ്റഫ് മുഹമ്മദ്, ഇക്ബാൽ മുണ്ടക്കാൽ, S കലാം, GCC ഭാരവാഹികളായ ഉനൈസ് പള്ളിക്കാൽ, ഇക്ബാൽ KK പുറം, ആഷിഖ് തായത്തേപുര എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അമേരിക്കയിലെ ബോസ്റ്റൺ MIT സർവകലാശാലയിൽ നടക്കുന്ന ഡിജിറ്റൽ സമ്മിറ്റിൽ പ്രൊജക്ട് അവതരിപ്പിക്കുവാൻ തൃക്കരിപ്പൂർ ABS ഗ്ലോബൽ സ്കൂൾ വിദ്യാർത്ഥി സഫ്വാൻ ഷിഹാബുദ്ദീൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന വിഷയത്തിൽ ഓൺലൈൻ പ്രൊജക്റ്റിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന വിഷയത്തിൽ നേരത്തെ ഓൺലൈനിൽ സമർപ്പിച്ച പ്രൊജക്റ്റിലാണ് ജനുവരി 30-ന് അമേരിക്കയിലെ ബോസ്റ്റൺ MIT സർവകലാശാലയിൽ നടക്കുന്ന ഡിജിറ്റൽ സമ്മിൽ നേരിട്ട് പങ്കെടുത്ത് പ്രൊജക്ട് അവതരിപ്പിക്കാനുള്ള ക്ഷണം സഫ്വാൻ ഷിഹാബുദ്ദീനിന് ലഭിച്ചതെന്ന് തൃക്കരിപ്പൂർ ABS ഗ്ലോബൽ സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 8ാം തരം വിദ്യാർത്ഥിയായ സഫ്വാൻ ഷിഹാബുദ്ദീൻ വെള്ളൂരിലെ S ഷിഹാബുദ്ദീന്റെയും റദിയ അബ്ദുൽ റഹ്മാന്റെയും മകനാണ്. ഭാവി IT വാഗ്ദാനമായ ഈ കൊച്ചുമിടുക്കൻ ജനുവരി 26-ന് കൊച്ചിയിൽ നിന്ന് അമേരിക്കയിലേക്ക് പറക്കും. ഈ വരുന്ന ജനുവരി 30-ാം തീയതി അമേരിക്കയിലെ MIT യൂണിവേഴ്സിറ്റി ബോസ്റ്റണിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അതിലേക്കായി ABS ഗ്ലോബൽ സ്കൂളിലെ സഫ്വാൻ ഷിഹാബുദ്ദീൻ എന്ന 8ാം ക്ലാസ്സിലെ കുട്ടി പങ്കെടുക്കാൻ പോകുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. അതിലേറെ വടക്കേ മലബാറിൽ കണ്ണൂർ കാസർഗോഡ് ജില്ല ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു കുട്ടി അമേരിക്കയിലെ ഡിജിറ്റൽ ഫെസ്റ്റിന് പങ്കെടുക്കാൻ പോകുന്നത്. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ K മനോരമ, CK അർബാസ്, T ജുനൈദ, സഫ്വാൻ ഷിഹാബുദ്ദീൻ, റിഹാൻ ഷക്കീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചട്ടഞ്ചാൽ MIC ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ദീപ MK പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒളിമങ്ങാത്ത മധുര ഓർമ്മകൾ അയവിറക്കി ചട്ടഞ്ചാൽ MIC ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുകൂടി. കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഗമം കോളേജ് പ്രിൻസിപ്പാൾ ദീപ MK ഉദ്ഘാടനം ചെയ്തു. അലുമിനി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ചെർക്കള അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജുനൈദ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു. ഹസൻ TD, ഹംസ, റിഷാദ് കൊവ്വൽ, നിസാർ തായൽ, ഷബാന ടീച്ചർ, ഹൈദർ, അസീബ് ബെണ്ടിച്ചാൽ, കരീം നായന്മാർ മൂല, മൂസ ബാസിദ്, ഷഫീർ ചൂരി, ഷഫാന, റാഹില, യാസർ ഓറഞ്ച്, ഫസ്മീന, സുബൈബ, രേഷ്മ, സുഹൈൽ, ബാത്തിഷ, അനില, ജാവിർ എറിയാൽ,
അറഫാത്ത്, റിയാസ്, സരിത ടീച്ചർ, ഫാസില, ഇസ്മത്ത്, ഹസീന, സാലിയ, ദിൽഷാദ്, യാസർ, ഫറാഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ കാസർഗോഡ് അവകാശ ദിനത്തിൻ്റെ ഭാഗമായി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് P. മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കാസർഗോഡ് അവകാശ ദിനത്തിന്റെ ഭാഗമായി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് P. മണിമോഹനൻ ഉദ്ഘാടനം ചെയ്തു. ശേഷം അധികാരത്തിൽ വന്നിട്ടുള്ള ഏത് ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിൽ പരിശോധിച്ച് നോക്കിയാലും ആരോഗ്യ മേഖലയെയും വിദ്യാഭ്യാസ മേഖലയെയും നന്നായി സഹായിക്കുന്ന പ്രവണതയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, പല സന്ദർഭങ്ങളിലും ഇന്ന് രാജ്യത്തിനകത്ത് ലാഭകരമല്ല എന്ന നിലയിൽ ഏറ്റവും വേഗം അടച്ചുപൂട്ടലിന് വിധേയമാക്കുന്നത് പൊതുമേഖലയിലുള്ള സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങളെയുമാണ് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് 57 മുതൽ ഇങ്ങോട്ടുള്ള ഗവൺമെന്റുകൾ സ്വീകരിച്ച നടപടികൾ ശ്രദ്ധേയമായ നിലയിൽ ഈ സംസ്ഥാനത്തിനകത്ത് മുന്നോട്ടേക്ക് പോകുന്നത്. ജില്ലാ പ്രസിഡന്റ് PV അനീഷ് അധ്യക്ഷത വഹിച്ചു. FSETO ജില്ലാ സെക്രട്ടറി K. ഹരിദാസ്, KGNA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PV പവിത്രൻ, ഉണ്ണി ജോസ് എന്നിവർ സംസാരിച്ചു. KGNA ജില്ലാ സെക്രട്ടറി PP അമ്പിളി സ്വാഗതവും KGNA ജോയിന്റ് സെക്രട്ടറി K. ജലജ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി CPIM അജാനൂർ വയലാർ ഗാനാലാപന മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ സംസ്ഥാന കലോത്സവ പ്രതിഭകളുടെ കലാപരിപാടികളും കൈക്കൊട്ടിക്കളിയും നടന്നു. CPIM ജില്ലാ സമ്മേളനം ഫെബ്രുവരി 5, 6, 7 തീയതികളിലായാണ് നടക്കുന്നത്. കാഞ്ഞങ്ങാട്ട് നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി അജാനൂർ ഫസ്റ്റ് ലോക്കലിൽ നടന്ന അനുബന്ധ പരിപാടി ശ്രദ്ധേയമായി. വയലാർ ഗാനാലാപന മത്സരം, കൈക്കൊട്ടിക്കളി, സംസ്ഥാന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും അവരുടെ കലാ അവതരണവും നടന്നു. മുൻ MP P. കരുണാകരൻ വയലാർ ഗാനാലാപന മത്സരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന ഒട്ടേറെ പരിപാടികൾ ജില്ലയിലാകെ നടന്നു വരികയാണ്. അതിലേറ്റവും അധികം പരിപാടികൾ നടക്കുന്നത് കാഞ്ഞങ്ങാട് ഏരിയയിൽ തന്നെയാണ്. ഇന്ന് തന്നെ 2 പരിപാടി ഇപ്പോൾ വനിതകൾ പങ്കെടുത്തുകൊണ്ടുള്ള കമ്പവലി പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചില നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നത്. അതോടൊപ്പമാണ് ഈ പരിപാടി, ഇതിന് ശേഷവും കുറേയേറെ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യം, ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വയലാറിൻ്റെ പേരിലുള്ള ഒരു പരിപാടി നടത്താൻ ഇവിടുത്തെ ലോക കമ്മിറ്റി തീരുമാനിച്ചു എന്നുള്ളത് നമ്മളെല്ലാം തന്നെ അനുമോദിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. M. സുനിൽ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ, കൺവീനർ അഡ്വക്കേറ്റ് K. രാജ്മോഹനൻ, M. സുമതി, M. പൊക്ലൻ, PK. നിശാന്ത്, MV. രാഘവൻ, മൂലക്കണ്ടം പ്രഭാകരൻ, M. രാഘവൻ, ശിവജി വെള്ളിക്കോത്ത്, V. ഗിനീഷ്, ബിജു KV, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T. ശോഭ എന്നിവർ സംസാരിച്ചു. തന്മയ അശോക് കേരള നടനം, സ്വാസ്തിക സുരേന്ദ്രൻ നാടോടി നൃത്തം, സജിത് കണ്ണൻ കുച്ചിപ്പുടി, ഋതുപർണ ഭരതനാട്യം, സദയ മോണോ ആക്ട് എന്നിവ വേദിയിൽ അവതരിപ്പിച്ചു. റെഡിയങ് പെരളം, നായനാർ സ്മാരക മന്ദിരം കിഴക്കേ വെള്ളിക്കോത്ത്, ടീം എക്കാൽ എന്നിവർ കൈകൊട്ടിക്കളി അവതരിപ്പിച്ചു. വയലാർ ഗാനാലാപന മത്സരം 1ാം സ്ഥാനം ഭവന്യ ബാലകൃഷ്ണനും 2ാം സ്ഥാനം ഗീത് ചന്ദും 3ാം സ്ഥാനം ശ്യാം അരയും നേടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കാസർഗോഡ് ജനമൈത്രി പോലീസ് ഹോസ്ദുർഗിൻ്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി വന്ധ്യജനസഭ നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭ, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ വയോജനങ്ങൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വയോജനങ്ങളുടെ ക്ഷേമം, സുരക്ഷ എന്നിവ മുൻനിർത്തി കാസർഗോഡ് സോഷ്യൽ പോലീസ് ഡിവിഷൻ പുതുതായി ആരംഭിച്ച പദ്ധതിയാണ് വന്ധ്യജനസഭ. 60 വയസ്സ് തികഞ്ഞവർക്ക് പലവിധ കാരണങ്ങളാൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ നേരിട്ട് ഹാജരായി പറയാൻ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടായ സാഹചര്യം പരിഗണിച്ച് വയോജനങ്ങളെ അവർക്ക് സൗകര്യപ്രദമാകുന്ന ഒരു സ്ഥലത്ത് കൂട്ടായി എത്തിച്ച് അവരുടെ സുരക്ഷ സംബന്ധിച്ചുണ്ടാകുന്ന അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുക എന്നതാണ് വന്ധ്യജനസഭയിൽ പരിഗണിച്ചത്.
ഈ പരിപാടിയിൽ പോലീസിന് പുറമെ റവന്യൂ, നഗരസഭ, ഗ്രാമപഞ്ചായത്ത്, താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി, സാമൂഹ്യനീതി വകുപ്പ് എന്നീ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത് പരാതി സ്വീകരിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങത്ത് അധ്യക്ഷത വഹിച്ചു. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് S. പ്രീത, കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ലത, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാവതി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരസ്വതി, കൗൺസിലർ വന്ദന ബൽരാജ്, അജാനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഇർഷാദ് CK, അശോകൻ ഇട്ടമ്മൽ, K. സുകുമാരൻ, സോഷ്യൽ പോലീസിംഗ് കോർഡിനേറ്റർ PK രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർ C. അഖിൽ സ്വാഗതവും ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി നന്ദിയും പറഞ്ഞു. പരിപാടിയിൽ 150ഓളം വയോജനങ്ങൾ പങ്കെടുത്തു. ഭാവിയിൽ പ്രദേശത്തെ എല്ലാ വാർഡുകളിലും വന്ധ്യജനസഭ നടത്തി പരാതികൾ സ്വീകരിക്കുകയും പരിഹാരം കാണുകയും ചെയ്യുമെന്ന് ജനമൈത്രി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മധൂർ പഞ്ചായത്ത് ഓഫീസിൽ ജീവനക്കാരുടെ കുറവ് മൂലം ജനങ്ങൾ ദുരിതത്തിൽ. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് പഞ്ചായത്ത് ജനപ്രതിനിധികൾ. ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. കാസർഗോഡ് മീപ്പുകുരിയിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുന്ന എന്ന അക്ഷയാണ് അറസ്റ്റിലായത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം ഞായറാഴ്ച ഉപ്പള മണ്ണംകുഴി മൈതാനിയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ KNM കാസർഗോഡ് ജില്ലാ സമ്മേളനം ഞായറാഴ്ച. കാഞ്ഞങ്ങാട് തെക്കേപ്പുറത്ത് നടക്കുന്ന സമ്മേളനത്തിൽ പ്രമുഖർ പങ്കെടുക്കും. അവകാശ ദിനം. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട്ട് മാർച്ചും ധർണയും നടത്തി. മുട്ടിപ്പാട്ടിന്റെ താളമിടൽ വീണ്ടും അരങ്ങിലെത്തുന്നു. തങ്കയം യുണൈറ്റഡ് FCയുടെ ആതിഥേയത്വത്തിൽ അഖില കേരള മുട്ടിപ്പാട്ട് മത്സരം 28-ന് തങ്കയത്ത് നടക്കും. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.